ഹായ് ഗൈസ്, എൻ്റെ പേര് അത്. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പുതിയ സോഫ്റ്റ്വെയറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സൈബർ ലിങ്കിൻ്റെ പവർ ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. PC-യിൽ തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്തു പഠിക്കാൻ പറ്റിയൊരു സോഫ്റ്റ്വെയറാണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമേ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ നമുക്ക് വേണ്ടുന്ന റേഷ്യോ ഞാൻ 16:9 കൊടുത്ത് ഫുൾ മോഡ് കൊടുക്കും. ഫുൾ മോഡാകുമ്പോൾ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു മെനു സിസ്റ്റമായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇൻ്റർഫേസ്. ഫയൽ ഓപ്പൺ ചെയ്തും നമ്മുടെ ഇമ്പോർട്ടൻ്റ് മീഡിയാസ് എടുക്കാം. ഞാനിപ്പം ജസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോസ് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഓപ്പൺ ആയിരിക്കുന്ന വീഡിയോയിൽ ഞെക്കുമ്പോൾ തന്നെ നമുക്ക് മേളിൽ ചെറിയൊരു പ്രിവ്യൂ വരും. അത് ഈ പ്രിവ്യൂവിൽ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം നമ്മൾ എടുത്ത വീഡിയോസ്. ഇപ്പോൾ ഈ ഇതിൽ കാണുന്ന പോലെ ഞാനിപ്പോൾ ആദ്യം ഞെക്കിയ വീഡിയോസിൻ്റെ ഒരു പ്രിവ്യൂ മെനു നമ്മുടെ സൈഡിലുണ്ട്. ആ പ്രിവ്യൂ നമുക്ക് കാണാം. ഓരോ വീഡിയോയിൽ മാറ്റി മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ആ വീഡിയോയുടെ പ്രിവ്യൂ ആയിരിക്കും സൈഡിൽ വരുന്നത്. ഇനി ഈ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് അത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടുവയ്ക്കണം. നമ്മൾ ഈ ടൈം ലൈനിൽ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും വലുതാക്കാനോ ചെറുതാക്കാനോ, അതേപോലെ തന്നെ നടുക്ക് ആ പ്ലസിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു റൊട്ടേഷൻ ടൂൾ വരും. അതൊന്ന് പിടിച്ച് കറക്കി കൊടുത്താൽ നമുക്ക് ഇമേജ് റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കുന്ന വീഡിയോ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ മുകളിലായിട്ട് ഒരു സിസറിൻ്റെ സിമ്പിളുണ്ട്. അത് ഞെക്കുമ്പോൾ നമുക്ക് ട്രിമ്മിൻ്റെ രണ്ട് ഓപ്ഷൻ വരും, സിംഗിൾ ട്രിമ്മും മൾട്ടി ട്രിമ്മും. സിംഗിൾ ട്രിം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീഡിയോയെ സ്റ്റാർട്ടും എൻഡ് മാത്രം കൊടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കും, എത്ര വേണമെന്നുള്ളത് മാത്രം. ഇനി മൾട്ടി ട്രിം ആണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ഇപ്പം കുറച്ച് ഭാഗങ്ങൾ വേണം, അതായത് ആദ്യത്തെ ഒരു 10 സെക്കൻഡ്, പിന്നെ വേണ്ട, പിന്നെ അടുത്ത 10 സെക്കൻഡ്, അങ്ങനെ നമ്മൾ വേണ്ടുന്ന ഭാഗങ്ങൾ മാത്രം അടയാളപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം നമുക്ക് വീഡിയോയിൽ നിന്ന് കിട്ടും. അതാണ് മൾട്ടി ട്രിം. അടുത്തതൊരു വീഡിയോയുടെ സ്പീഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ വീഡിയോ ടൈമിൽ എനിക്ക് ആഡ് ചെയ്ത ശേഷം നേരത്തെ ആ ടൂൾ ബാറിൽ ടൂൾസിനകത്ത് പോയിട്ട് പവർ ടൂൾസിനകത്ത് വീഡിയോ സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ വീഡിയോ സ്പീഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് വീഡിയോയുടെ ഡ്യൂറേഷൻ എത്ര ടൈം വേണം, ഇപ്പോൾ 1 മിനിറ്റുള്ള വീഡിയോ 2 മിനിറ്റ് ആവണോ, അതോ 30 സെക്കൻഡ് ആവണോ, ആ രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ എത്ര ടൈംസ് സ്പീഡ് കൂട്ടണോ കുറയണം, 2 ടൈംസ് ആണോ അതോ 0.5 ടൈംസ് സ്പീഡ് കുറയണോ, ആ രീതിയിൽ നമുക്ക് കൊടുത്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. മുകളിൽ സൈഡിലായിട്ട് ടെക്സ്റ്റിൻ്റെ ഒരു സിമ്പലുണ്ട്, T പോലെ. അതെടുക്കുമ്പോൾ നമുക്ക് പല ഡിഫറെൻറ്റ് ടൈപ്പ് ടെക്സ്റ്റ് ആനിമേഷൻസ് കിട്ടും. ഞാനിപ്പോൾ അതിൽ ഇഷ്ടമുള്ളതെണ്ണം എടുത്തു. അതിൽ നമുക്ക് അവർ ഡിഫോൾട്ടായിട്ട് തന്നേക്കുന്ന ടെക്സ്റ്റുകൾ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാം. അത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ടെക്സ്റ്റുകളാക്കി മാറ്റണം. ആ ജസ്റ്റ് അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ആ ടെക്സ്റ്റുകൾ മാറ്റാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. ഞാൻ അതെടുത്ത് ഇപ്പം എനിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ടെക്സ്റ്റായിട്ട് മാറ്റി. ഓക്കെ, ഇതെല്ലാം മോഡിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് സേവ് ചെയ്യണം. കാരണം പുതിയതായിട്ട് നമ്മളൊരു ഇതുണ്ടാക്കുക, അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് സ്റ്റൈൽ അവിടെ വന്നു. അതിന് നമ്മുടെ ടൈം ലൈനിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. വേണ്ടുന്ന ഭാഗത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രിവ്യൂ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, ഉണ്ടോ ആ ടെക്സ്റ്റ് ആനിമേഷൻ അവിടെ വന്നതുണ്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെക്സ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ആ സ്റ്റൈലിൽ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ വീഡിയോ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മ്യൂട്ട് ചെയ്യാൻ സാധിക്കാതെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മ്യൂട്ട് ക്ലിപ്പ് കൊടുത്താൽ മതി, ആ വീഡിയോ മ്യൂട്ടാവും. പിന്നെ അതേപോലെ ഒരു വീഡിയോയിൽ നിന്ന് സൗണ്ടും വീഡിയോയും സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് ഓർ അൺലിങ്ക് വീഡിയോ ആൻഡ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയും ഓഡിയോയും രണ്ട് സെപ്പറേറ്റ് ഫയലായിട്ട് മാറും. എന്നിട്ട് അതിൽ നിന്ന് നമുക്കിപ്പോൾ ഓഡിയോ വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഓഡിയോയുടെ പൊസിഷൻ മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ വീഡിയോ വേണ്ട ഓഡിയോ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ആ വീഡിയോ ക്ലിപ്പ് വന്നിട്ട് ഓഡിയോ മാത്രം അവിടെ വയ്ക്കുകയാണ്.
ജസ്റ്റ് റിമൂവ് ആൻഡ് ലീവ് ഗ്യാപ്പ് കൊടുത്താൽ ആ വീഡിയോ ഇടുന്നു. ഇപ്പം നമുക്ക് ഓഡിയോ മാത്രമേ അവിടെ ഉള്ളൂ. ഈ രീതിയിൽ നമുക്ക് തിരിച്ചും ചെയ്യാം. പിന്നെ വീഡിയോയിൽ ചെറിയ രീതിയിലുള്ള എഫക്ട്സ് ഒക്കെ എങ്ങനെ കൊണ്ടുവരാമെന്നാണ്. സൈഡിൽ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ഞെക്കുമ്പോൾ പല ടൈപ്പ് എഫക്ട്സ് അവിടെ വരും. അതിൽ ഇഷ്ടമുള്ള എഫക്ട്സ് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് വീഡിയോ ഒന്ന് മോഡിഫൈ ആയി ഈ ഇൻട്രോ ഒക്കെ ഉണ്ടാക്കാൻ ഇത് നല്ലതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എഫക്റ്റ് എടുത്ത് അപ്പോൾ ആ വീഡിയോയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു ബ്ലറി എഫക്റ്റ് പോലെയായി അവിടെ. ഞാനിതിലൊരു എഫക്റ്റ് സെലക്ട് ചെയ്തിപ്പം ആഡ് ചെയ്തു ടൈം ലൈനിൽ. ഇനി ആ എഫക്റ്റ് കണ്ടോ, വീഡിയോയ്ക്ക് ഇത് നല്ലൊരു എഫക്റ്റും അവിടെ ആ ടെക്സ്റ്റ് കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ വെച്ച് നമുക്ക് നല്ല അടിപൊളി ഇൻട്രോസൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഇമേജസ്. ഇതേപോലെ വീഡിയോ പോലെ ഇമേജസ് നമുക്ക് ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുള്ളൊരു ഇമേജാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇമേജസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇനി ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് മേളിൽ എഡിറ്റിൻ്റെ സൈഡിൽ പ്രൊഡ്യൂസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ എക്സ്പോർട്ടായി തുടങ്ങും. ഒരു എക്സ്പോർട്ടിൻ്റെ ഒരു പേജ് വരും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഫോർമാറ്റും വീഡിയോ സൈസും കൊടുത്ത് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ വീഡിയോ എക്സ്പോർട്ടാവും. നമ്മൾ ഈ പ്രിവ്യൂ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് പിന്നീട് മാറ്റണമെന്ന് തോന്നിയാൽ വീണ്ടും സൈഡിൽ എഡിറ്റ് ഉണ്ട്. ആ എഡിറ്റിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യം എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടുന്ന കറക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പ്രൊഡ്യൂസ് ബട്ടൺ ഞെക്കിയാൽ മതി. അപ്പോൾ വീണ്ടും നമ്മൾ ആ പഴയ പേജിലേക്ക് പോവും. അവിടെ നമ്മൾ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് മാറ്റുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് വീഡിയോ ഇവിടെ പ്രൊഡ്യൂസ് ആവും. നമുക്ക് താഴെ ആ വീഡിയോയുടെ സൈസ് എത്ര ഉണ്ടെന്ന് ജസ്റ്റ് കാണിക്കും. എക്സ്പോർട്ടായി കഴിഞ്ഞാൽ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുത്താൽ എവിടെയാണ് വീഡിയോ സേവ് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ലൊക്കേഷൻ വരും. അത് ജസ്റ്റ് എടുക്കുക, പ്ലേ ചെയ്ത് നോക്കുക എല്ലാം റൈറ്റ് ആണോ എന്ന്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക.